ഒന്നും പറ്റത്തില്ലായിരുന്നു. ഒത്തിരി കല്യാണങ്ങളൊന്നും എനിക്ക് പങ്കെടുക്കുവാൻ പോലും സാധിച്ചിട്ടില്ല. അതായത് കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ മുട്ടിലേക്ക് നീര് വെക്കും. ഇടതുകാലിനായിരുന്നു ഈ പ്രശ്നം. അപ്പൊ വലതുകാലിന്റെ ഇരട്ടിയാവുക മുട്ട്. അപ്പൊ അത് ആ വേദന രാത്രികാലങ്ങളിൽ ഉറങ്ങാൻ പോലും പറ്റത്തില്ലാത്ത അത്രയ്ക്ക് അസഹ്യമായി. എവിടെയെങ്കിലും യാത്ര പോയിട്ടുണ്ടെങ്കിൽ ഒട്ടും എനിക്ക് പറ്റത്തില്ല. ഭയങ്കര നീരും വേദനയും. അലോപ്പതിയിൽ പോയി ഓർത്തോ ഡോക്ടറെ കാണുമ്പോൾ ഡോക്ടർമാര് പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് കുഴപ്പമില്ല, നീർക്കെട്ടാണ്, അത് ഈ ഓയിൽമെന്റ് പുരട്ടുക, പെയിൻ കില്ലർ തരും, അത് കഴിക്കും. അത് അപ്പൊ അന്നേരത്തേക്ക് മാത്രം കുറയും. പിന്നെയും എന്തെങ്കിലും ശരീരം അനങ്ങി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് വരുമായിരുന്നു. ആയുർവേദവും ചെയ്തു. ആയുർവേദത്തിൽ കിഴി കുത്തുന്ന പരിപാടികളെല്ലാം ചെയ്തതാണ്, സ്റ്റീം ബാത്ത് ഉൾപ്പെടെ. എന്നിട്ടൊന്നും കുറയാത്തത് ഈ നമ്മുടെ മഹത്തരമായ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് മൂലം എനിക്ക് അതിൽ നിന്ന് മോചനം കിട്ടി. അത് വലിയൊരു സന്തോഷമാണ് എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്റെ അമ്മയ്ക്കും ഈ സന്ധിവാതത്തിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തു. അമ്മയ്ക്കും ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റം, നല്ല മാറ്റം. അതായത് കാല് തൂക്കിയിട്ടിരുന്നു കഴിഞ്ഞാൽ നീര് വെക്കുവാണ്. മുട്ടു മുതൽ എപ്പോഴും വേദനയായിട്ടിരുന്ന ആൾക്ക് നമ്മുടെ പ്രോഡക്റ്റായ ചാമ്പി തൈലം, നോവേദന ക്യാപ്സുള്, നോവേദന ജെല്ല്, സ്പൈർലിന, അതുപോലെ ബ്ലഡ് പ്യൂരിഫയർ ഇത്രയും കൊടുത്ത് അമ്മയ്ക്കും ആ പ്രശ്നത്തിന്, ആ നീര് വെക്കുന്ന പ്രശ്നമൊക്കെ മാറിക്കിട്ടി. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി, ഞങ്ങള് ബാല്യകാല സുഹൃത്താണ്. അവള് ഡൽഹിയിലെ നേഴ്സാണ്. 23 വർഷമായിട്ട് ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന. അവൾക്ക് ഫൈബ്രോയിഡിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതെന്നോട് ഇങ്ങനെ ഞാനിത് ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞപ്പോ അവള് പറഞ്ഞു എനിക്കൊന്ന് ഉപയോഗിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് അവൾക്ക് ഞാൻ ഈ പ്രോഡക്റ്റ് കൊടുത്തു. കൊടുത്ത പ്രോഡക്റ്റുകള് വുമൺ കമ്പാനിയൻ, അതുപോലെ ബ്ലഡ് പ്യൂരിഫയർ, സ്പൈർലിന, 95, സൈക്ലോവ, ഇത്രയും പ്രോഡക്റ്റ് അവള് 3 മാസം ഉപയോഗിച്ചു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ എനിക്കൊരു ഫോട്ടോ എനിക്ക് വാട്സപ്പിൽ ഇട്ട് തന്നു വെച്ചിട്ട് ഇത് കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് നോക്കിയപ്പോ ക്ലോസറ്റിന്റെ ഫോട്ടോയാണ്. ആ ക്ലോസറ്റിൽ ഒരു കഷ്ണം കിടക്കുന്നതായിട്ട്, ഒരു ഇറച്ചി കഷ്ണം പോലെ ഒരു കഷ്ണം കിടക്കുന്നതായിട്ടാണ് അത് ഇട്ട് തന്നത്. അപ്പൊ അവളെ അപ്പൊ തന്നെ ഞാൻ വിളിച്ചു. അപ്പൊ വിളിച്ചപ്പോ അന്നേരം എടുക്കുന്നില്ല, അവള് ഡ്യൂട്ടിയിലായിരുന്നു. അപ്പൊ എടുത്തില്ല. പിന്നെ എന്നെ വൈകിട്ട് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, എടി എനിക്ക് പീരീഡ് ഒന്നും അല്ലായിരുന്നു, പക്ഷെ എന്നിട്ട് ആ പീരീഡിന്റെ എല്ലാം കഴിഞ്ഞ് 10-15-20 ദിവസം കഴിഞ്ഞതാണ്. ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് ആണോ അങ്ങനെ ഒരു സംഭവം എനിക്ക്, ഞാൻ ഫ്ലഷ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഇത് കണ്ടത്. അപ്പൊ നമ്മുടെ ഡോക്ടർ അഞ്ജിത ക്ലാസ്സിൽ കേൾക്കാറുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ അത് അലിഞ്ഞ് വെളിയിലേക്ക് പോകുന്നുള്ളത്. അപ്പൊ അങ്ങനെ പോയതാണ് അവള്. അപ്പൊ അവൾക്ക് ആ വലിയൊരു റിസൾട്ട് വന്നത് മൂലം അവളുടെ അമ്മയ്ക്കും ഇതുപോലെ പ്രോഡക്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവളുടെ അമ്മയ്ക്ക് പെടലി എന്ന് പറഞ്ഞാൽ അവളുടെ കൂടെ നിന്ന് ട്രെയിനിൽ യാത്ര ചെയ്ത് പോകുന്നപ്പം AC യാത്ര ചെയ്ത് പോകുന്നപ്പോ പെടലിക്ക് പെട്ടെന്നൊരു വേദന വന്ന് നീര് വന്നിട്ട് പെടലി തിരിക്കാൻ മേലാത്തൊരു പ്രശ്നമായിട്ട് മാറിയായിരുന്നു. ആ പ്രശ്നത്തിന് ആ ആൾക്ക് പെടലി തിരിച്ച് ശരിക്കും സാധാരണ നമ്മൾ നോക്കുന്ന പോലെ നോക്കാൻ പറ്റുന്നില്ലാത്ത അതായി മാറി. അപ്പൊ ആ പ്രശ്നത്തിന് നമ്മുടെ ചാമ്പി തൈലം, നോവേദന ക്യാപ്സൂള്, നോവേദന ജെല്ല്, കേൾക്കാം വീഡിയോ ഓഫ് ചെയ്താണ്, ഹീറ്റ് എഴുതി വരുന്നുണ്ട് ഫോണില്. അപ്പൊ അങ്ങനെ അവളുടെ അമ്മയ്ക്കും ഇങ്ങനെ പ്രോഡക്റ്റ് കൊടുത്തു. അപ്പൊ ആ പെടലിയുടെ അവിടുന്ന് അവളുടെ അമ്മയ്ക്ക് മെഡിക്കൽ കോളേജിലൊക്കെ പോയപ്പോ പറഞ്ഞു ഇതിങ്ങനെ മാറത്തൊന്നും ഇല്ല എന്നാ പറഞ്ഞത്. ഇതിന് എന്തെങ്കിലുമൊക്കെ പുറമെ പുരട്ടിക്കൊണ്ടിരിക്കുക, വേദന വരുമ്പോ പെയിൻ കില്ലർ കഴിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പൊ ആ പ്രശ്നം നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളായ ചാമ്പിത്തൈലും നോവേന ക്യാപ്സൂളും നാട്സിയും അതുപോലെ മുരിങ്ങയൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ പ്രശ്നം അവൾക്ക് മാറിക്കിട്ടി. അപ്പൊ അവളുടെ ഒരു ആന്റി മുഖാന്തരം വേറൊരു അവരുടെ അടുത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് കണ്ണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ ആന്റി ഞങ്ങളുടെ ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഐ എനർജി കൊണ്ട് തരാന്ന് പറഞ്ഞു. അപ്പൊ അന്ന് കൊണ്ടുവരാൻ പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തപ്പോ അവർക്ക് അതൊരു വളരെ നല്ല ഇതായിട്ട് കണ്ണിന് തോന്നി. അപ്പൊ അദ്ദേഹം ഒരു റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്.
ഇത് മാത്രമല്ല കുറെ പ്രോഡക്ട്സും ഒക്കെ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞപ്പം ഞങ്ങളോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ഞങ്ങളിത് പരിചയപ്പെടുത്തി അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തിന് ഒത്തിരി പ്രശ്നങ്ങളുള്ളതാ. അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞപ്പോ കൊടുക്കണമെന്ന് പോലും ധൈര്യം ഇല്ലായിരുന്നു. അപ്പൊ സാറിനെ സുജീഷ് സാറിനെ വിളിച്ചിങ്ങനെ കാര്യം പറഞ്ഞപ്പോ സാറ് പറഞ്ഞു അത് കുഴപ്പമില്ല, അത് കൊടുത്തു, ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം 25 വർഷം മുമ്പ് അദ്ദേഹത്തിന് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തതാണ്. അത് ഇവിടെയല്ല, നമ്മുടെ ഇന്ത്യയിലല്ല ചെയ്തത്, ജർമ്മനിയിലാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ജർമ്മനിയിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ അവര് പിന്നീട് നമ്മുടെ നാട്ടിലേക്ക് വന്ന് ഇവിടെ സെറ്റിൽഡ് ആയേക്കുമായിരുന്നു. മക്കള് രണ്ടുപേരും അമേരിക്കയിലാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിന് അവര് പറഞ്ഞു ഞങ്ങൾക്ക് മെഡിക്ലെയിം ഒക്കെ ഉണ്ട്, ഞങ്ങൾക്ക് ഇദ്ദേഹത്തിന് എപ്പോഴും ഈ സോഡിയം കുറഞ്ഞു പോകുന്ന പ്രശ്നമാണ്. അപ്പൊ ഒരു മാസത്തിൽ ഒരു 2 പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയി കിടപ്പാണ്. പൈസയൊന്നും കൊടുക്കണ്ടെങ്കിലും അവിടെ പോയി ഈ സോഡിയം കയറ്റുന്നതിന്റെ പ്രശ്നം ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ജോലിക്കാരി കൂടിയുണ്ട്, എന്നാലും അവിടെ പോയി കിടക്കുന്നതിന്റെ ബുദ്ധിമുട്ടൊന്നും മാറാനായിട്ട് നിങ്ങളുടെ ഇതിൽ പ്രോഡക്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു അതൊക്കെ അതിനുള്ള പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ യൂറിൻ പോകുമ്പോൾ ഭയങ്കര ചൂട് അനുഭവപ്പെടുവാണ്. അതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പോകണ പ്രശ്നം അതുകൊണ്ട്, അതുപോലെ കാലിന് മരപ്പ് പോലെ വരുന്ന പ്രശ്നമുണ്ട്. അപ്പൊ ആ പ്രശ്നവും ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് സുജീഷ് സാറിനോട് ചോദിച്ചപ്പോ സാർ ആദ്യം പറഞ്ഞു അദ്ദേഹത്തിന് 2 ലിറ്റർ വെള്ളമേ കുടിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഈ പ്രശ്നമെല്ലാം ഉള്ളത് കൊണ്ട് എന്നാൽ ലിവാഗൈൻ സിറപ്പ് ആദ്യം കൊടുക്കാൻ പറഞ്ഞു. ലിവാഗൈൻ സിറപ്പ് ഒരു 1.5 ആഴ്ചയോളം കൊടുത്തു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് അതിന് നല്ല സുഖമായിട്ട് അനുഭവപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം വെൽഹാർട്ട് സ്പൈറലിനയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കഴിഞ്ഞ് 2-ാം മാസം മുതല് 95 ഇമ്മ്യൂണോ 3+ പ്രോബയോട്ടിക് അതിന്റെ കൂടെ യൂറിഫ്ലഷ് ലിക്വിഡും ക്യാപ്സൂളും കൂടെ കൊടുത്തായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് അത് കഴിച്ചപ്പോഴത്തേക്ക് ഒത്തിരി വ്യത്യാസം വന്നു. നല്ല യൂറിന്റെ ആ ചൂടിന്റെ പ്രശ്നമൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞു. അതുപോലെ ന്യൂട്രി ലൈഫും കൂടെ പിറ്റേ മാസം മുതൽ 2-ാം മാസം മുതൽ ന്യൂട്രി ലൈഫും കൂടെ ആഡ് ചെയ്തായിരുന്നു, പ്രോട്ടീൻ പൗഡർ. രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ കൊടുത്തായിരുന്നു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മാസം അവർക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല. എല്ലാ മാസവും 2 പ്രാവശ്യം പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പൊ അവര് 6 മാസം നമ്മുടെ പ്രോഡക്ട്സ് കറക്റ്റ് ആയിട്ട് 3 മാസം ആദ്യത്തെ ഈ പ്രോഡക്ട്സ് എല്ലാം ഉപയോഗിച്ച് ലിവാഗൈൻ, ഇമ്മ്യൂണോ, വെൽഹാർട്ട്, സ്പൈറലിന, 95 പ്രോബയോട്ടിക്, യൂറിഫ്ലഷ് അത്രയും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ ന്യൂട്രി ലൈഫ് മാത്രം മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ അങ്ങനെ ബ്ലഡ് പ്യൂരിഫയറും കൊടുത്തായിരുന്നു. അപ്പൊ അങ്ങനെ ആ മരപ്പുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അപ്പൊ അത്രയും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആ പ്രശ്നം മാറി. ന്യൂട്രി ലൈഫ് മാത്രമാക്കി പിന്നെ നിർത്തി. അത് കഴിഞ്ഞ് അവരിപ്പം രണ്ടുപേരും, അവര് ഭാര്യയും ഭർത്താവ്, 76 വയസ്സുള്ള സാറാണത്. അവര് രണ്ടുപേരും മക്കളുടെ അടുത്ത് പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് അവർക്ക് അമേരിക്ക വരെ പോകാനായിട്ട് പ്രശ്നങ്ങളാണല്ലോ യാത്രയൊക്കെ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഇത് മാറിക്കഴിഞ്ഞ് അവര് കഴിഞ്ഞ ജൂലൈയില് വിദേശത്തേക്ക് പോയി. എനിക്ക് അവര് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, മോൾക്കും മോളുടെ ഫാമിലി ഉള്ളവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസവും മിക്കവാറും എനിക്ക് അങ്ങനെ മെസ്സേജുകൾ അവർ അയക്കാറുണ്ട്. അപ്പൊ ഈ മിനിങ്ങാന്ന് എനിക്ക് അവർ അവിടുത്തെ ഒരു വീഡിയോ ഇട്ട് തന്നു. അവിടെ മഞ്ഞിന്റെ ഒക്കെ കാറിന്റെ മുകളിലൊക്കെ മഞ്ഞ് കിടക്കുന്ന ഒരു വീഡിയോ ഇട്ട് തന്നു. അവരവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. 3 മാസത്തേക്കെന്ന് പറഞ്ഞ് പോയവരിപ്പം 6 മാസം ആകാൻ പോകുന്നു. വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ മൂലം അവർക്കൊരു സന്തോഷം, അവരുടെ ആ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനും അവരുടെ മക്കളെ പോയി കാണാനും ഒക്കെ നമ്മളൊരു കാരണക്കാരി ആകാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ പിന്നെ ഇനിയിപ്പോ സമയം പോയതുകൊണ്ട് ഞാൻ മേഡത്തിനും കൊടുത്തായിരുന്നു, അതിന് വേറൊരു അവസരത്തിൽ പറയാം. ഇപ്പൊ എന്നെ ഈ അവസരത്തിലേക്ക് വിളിച്ച സാറിന് വളരെയധികം നന്ദി